വിവാഹ തട്ടിപ്പ്, ആൾമാറാട്ടം തുടങ്ങിയ കേസുകളിൽ 28-ാം വയസ്സിൽ 3 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ പോയതാണ് ആലപ്പുഴ മുതുകുളം സ്വദേശി സാജൻ എന്ന കോശി ജോൺ. അതിനിടെ കോടതിയിൽ നിന്ന് ജാമ്യം നേടിയ സാജൻ നമ്മുടെ നിയമവ്യവസ്ഥയെ കബളിപ്പിച്ച് നാടുവിട്ടു. പിന്നീട് 29 വർഷം നീണ്ട ഒളിവിലെ ജീവിതം. ഇയാൾ മരിച്ചെന്നുവരെയും അഭ്യൂഹം പരന്നതാണ്. എന്നാൽ ഇക്കാലയളവിൽ വടക്കേന്ത്യയിലും കേരളത്തിലുമായി താമസിക്കുകയായിരുന്നു സാജൻ. ഒടുവിൽ സിനിമാ കഥ പോലെ സാജനെ കണ്ടെത്തിയിരിക്കുന്നു. മുൻ നേവി ഉദ്യോഗസ്ഥനായ പ്രതിയെ കനകക്കുന്ന് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇരുപത്തിയൊൻപത് വർഷം മുമ്പുള്ള കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മുതുകുളം തെക്ക് കൊല്ലംമുറിയിൽ സാജൻ എന്ന കോശി ജോണാണ് പിടിയിലായത്. വിവാഹ തട്ടിപ്പും ആൾമാറാട്ടവും നടത്തിയതിന് 1995-98 വർഷങ്ങളിൽ എടുത്ത 2 കേസുകളിലായി ഹരിപ്പാട് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇയാൾക്ക് 3.5 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. പിന്നീട് ജാമ്യം നേടിയ പ്രതി എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. മരിച്ചതായും അഭ്യൂഹമുണ്ടായിരുന്നു. ദീർഘനാളായി കിട്ടാതിരുന്ന പ്രതികളെ പിടികൂടാൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ നായരുടെ നിർദ്ദേശത്തിലാണ് കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ അന്വേഷണ സംഘം രൂപീകരിച്ചത്. കനകക്കുന്ന് ഇൻസ്പെക്ടർ അരുണിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ട്രെയിൻ യാത്രക്കിടെ പ്രതി പിടിയിലായത്. വളരെ കാലമായിട്ട് ബോംബെയിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒളിവിൽ താമസിക്കുകയായിരുന്നു. ബോംബെയിലുണ്ടെന്നുള്ള വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബോംബെയിൽ നിന്നും തിരികെ കേരളത്തിലേക്ക് വരുമെന്നുള്ള രഹസ്യവിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ DSP ശ്രീ ബാബുക്കുട്ടൻ സാറിൻ്റെ നിർദ്ദേശാനുസരണം ഒരു സ്ക്വാഡ് രൂപീകരിക്കും. ആ സ്ക്വാഡിൽ ഗിരീഷ്, സുരേഷ്, ASI സുരേഷ്, അനിൽകുമാർ പിന്നെ ഞങ്ങൾ ചേർന്ന് അന്വേഷണം നടത്തി നാട്ടിലേക്ക് വരുന്ന വഴി എറണാകുളം റെയിൽവേ സ്റ്റേഷൻ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. നാവികസേന മുൻ ഉദ്യോഗസ്ഥനായിരുന്ന കോശി ജോണിന് വിവിധ ഭാഷകൾ അറിയാം. വടക്കേ ഇന്ത്യയിലും കേരളത്തിലുമായി ഇയാൾ മാറി മാറി താമസിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. നിലവിൽ 57 വയസ്സുള്ള ഇയാൾക്കെതിരെ ചേർത്തല പോലീസ് സ്റ്റേഷനിലും ഒരു സ്ത്രീയുടെ പരാതിയിൽ കേസുണ്ട്. SI ധർമ്മരത്നം, ASI സുരേഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ്, അനിൽകുമാർ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് 18 കായംകുളം.